ദൈവക്കോലങ്ങളുടെ കഥ പറയുന്ന കാന്താര തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ഉഗ്രഭാവത്തിൽ പഞ്ചുരുളിയും ഗുളികനും നമ്മെ തിരശ്ശീലയിൽ വിസ്മയിപ്പിക്കുന്ന സമയത്താണ് വടക്കേ മലബാറിലെ തെയ്യക്കാവുകളും ഇത്തവണ സജീവമാകുന്നത്. തുലാമാസം എന്നത് മലയാളികൾക്ക് ഇടിയും മിന്നലിന്റെയും കാലമാണ്. എന്നാൽ വടക്കൻ കേരളത്തിൽ അത് അങ്ങനെയല്ല. ഭക്തർക്ക് മഞ്ഞൾ കുറി നൽകി അനുഗ്രഹം ചൊരിയാൻ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്ന കാലമാണിത്. തുലാം 1 ആരംഭിക്കുന്ന കാസർഗോഡിന്റെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത് തിമിരിയിലെ വലിയ വളപ്പിൽ ചാമുണ്ഡിയുടെയും കാലിച്ചാൻ ദൈവത്തിന്റെയും ദേശസഞ്ചാരത്തോടെയാണ്. നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശത്തോടെ തെയ്യക്കാവുകൾ പതിയെ നിശബ്ദമാകും. പല മൊഴി പറയുന്ന തുളുനാടിന്റെയും വടക്കൻ മലബാറിലെയും തെയ്യങ്ങൾ പ്രമേയമായി പുസ്തകങ്ങളിലും സിനിമകളിലും നിറയുന്നതിനാൽ തെയ്യം കെട്ടിയാടുന്ന കാവുകളിലേക്കും തറവാടുകളിലേക്കും മറ്റു നാടുകളിൽ നിന്നും ആളുകൾ എത്തുന്നത് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ വരുന്നവരോട് തെയ്യം കലാകാരന്മാർക്ക് ചിലത് പറയാനുണ്ട്. തെയ്യം അതിൻ്റെ വിശ്വാസത്തോടും സങ്കല്പത്തോടും കൂടി അതിനെ കാണാൻ വരുന്നവർ നമുക്കത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്കപ്പുറം തെയ്യക്കാവുകളിലെല്ലാം ചായില്യത്തിന്റെ ഗന്ധം നിറയും. ആളും ആരവവും നിറയുന്ന പെരുങ്കളിയാട്ടങ്ങളും തെയ്യം കെട്ടുകളും നടക്കും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.